ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചോറൂണ് തടഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോലീസിനെയും കൂട്ടിക്കൊണ്ടുവരുന്ന വക്കീലിനെയാണ്. നിങ്ങൾ ആരാണെന്ന് ജഗദീഷ് ചോദിക്കുമ്പോൾ ഞാനൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്നും ഈ കുഞ്ഞിന്റെ കസ്റ്റഡിയെ ചൊല്ലി ഒരു കേസ് നടക്കുകയല്ലേ, അതുകൊണ്ട് ചോറൂണ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ലെന്നും അയാൾ പറയുന്നു. ഇത് കേൾക്കുന്ന കാർത്തി പറയുകയാണ്, അതിന് ഞാനാണല്ലോ കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശി. വേറെ ആരാ കുഞ്ഞിന് കസ്റ്റഡിക്ക് പേരിൽ കേസ് കൊടുക്കുന്നത്? ആളിപ്പോ വരുമെന്ന് വക്കീൽ പറയുന്നു. അതേസമയം മൈഥിലി അങ്ങോട്ടേക്ക് വരികയാണ്. മൈഥിലിയെ കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ വക്കീല് ചോദിക്കുകയാണ്, ആ വരുന്ന സ്ത്രീയെ നിങ്ങൾക്കറിയാമോ? അവളെ അതിന് ആർക്കാ അറിയാൻ മേലാത്തത്? അത്രയ്ക്കും പ്രശസ്തയായവളല്ലേ എന്ന് സാവിത്രി കളിയാക്കിക്കൊണ്ട് പറയുന്നു. ഇവള് പൂലിയല്ല, കടുവ തന്നെയാണെന്ന് മാലതി മനസ്സിൽ പറയുന്നു. അതേസമയം ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറിയിട്ട് മൈഥിലി പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്ത് കരുതി ഞാൻ അങ്ങ് ചത്തുപോയെന്നു. തുടർന്ന് മൈഥിലി പറയുകയാണ്, കാർത്തിയും മീനാക്ഷിയും സ്വൈര്യമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയാ ഞാൻ അവരുടെ ജീവിതത്തിൽ നിന്നും മാറിക്കൊടുത്തത്. പക്ഷേ എന്റെ ഹൃദയം വെച്ചിട്ട് മാറിപ്പോകാൻ എനിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഇങ്ങ് തന്നേക്ക്, കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. ഇത് കേൾക്കുന്ന ജഗദീഷ് ദേഷ്യത്തോട് പറയുകയാണ്, ദേ മൈഥിലി, നീ എന്നെ കൊണ്ട് വീണ്ടും പഴയ കഥകൾ പറയിക്കാൻ നിൽക്കണ്ട. ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാ ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് വനിതാ പോലീസ് പറയുമ്പോ ജഗദീഷ് പറയുകയാണ്, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ ഇന്ദ്രജയുടെ കൂട്ടാളിയാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഇത് കേൾക്കുന്ന പോലീസുകാരി തലകുനിച്ച് നിൽക്കുകയാണ്. തുടർന്ന് തിരുമേനി പുറത്തേക്ക് വന്ന് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് വെല്ലുവിളികളും വഴക്കുമൊന്നും പാടില്ലെന്ന് പറയുമ്പോൾ ആ വക്കീല് എല്ലാവരെയും പുറത്തേക്ക് വിളിപ്പിക്കുകയാണ്. കാർത്തിയേട്ടാ, നമ്മളിനി എന്ത് ചെയ്യുമെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് കാർത്തി മീനാക്ഷിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൈഥിലി ചെന്ന് മീനാക്ഷിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുകയാണ്. അങ്ങനെ മൈഥിലി കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് പോകുമ്പോൾ ആകെ തകർന്ന് പൊട്ടിക്കരയുകയാണ് മീനാക്ഷി. തുടർന്ന് ദേവിയുടെ മുന്നിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. എന്റെ ദേവി, ഇന്നേ വരെ എന്റെ തല ആർക്കും മുന്നിൽ കുമ്പിട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ അവളുടെ മുന്നിൽ തല കുനിക്കാൻ പോവുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അമ്മയും കൈമളും കൂടി മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മൈഥിലി, ഈ കുഞ്ഞ് ഞങ്ങളുടെ ദൗർബല്യമാണ്, നീ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. എന്റെ മുത്തശ്ശി, ഈ കുഞ്ഞിനെ പ്രസവിച്ച ഈ കുഞ്ഞിന്റെ അമ്മയെന്ന നിലയ്ക്ക് ഈ കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ ദൗർബല്യം തോന്നേണ്ടത് എനിക്കല്ലേ? അതുകൊണ്ട് ഞാൻ ഇവളെ അങ്ങ് എടുക്കുകയാണെന്ന് മൈഥിലി പറയുമ്പോൾ രാജലക്ഷ്മി അമ്മ മൈഥിലിക്ക് മുന്നിൽ കൈകൂപ്പുകയാണ്. മൈഥിലി, ഇതെന്റെ അപേക്ഷയാണ്, നീ കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് പോകുമെന്ന് മൈഥിലി പറയുന്നു. ഇത് കേൾക്കുന്ന കൈമള് പറയുകയാണ്, എന്റെ രാജലക്ഷ്മി, ഒരു കാര്യം ചെയ്യാം, മൈഥിലിയും കുഞ്ഞിനെയും ഒരുമിച്ച് ചെമ്പകമംഗലത്തേക്ക് കൊണ്ടുപോകാം. അതിന് അവിടുത്തെ തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും അത് ഇഷ്ടപ്പെടുമോ എന്ന് മൈഥിലി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മാലതി മനസ്സിൽ പറയുകയാണ്, ഇവള് ചെമ്പകമംഗലത്ത് വേണം, എന്നാലേ എനിക്ക് ദിവസവും യുദ്ധങ്ങളൊക്കെ കാണാൻ സാധിക്കൂ. എന്നാ പിന്നെ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആരും ഇനി മുതൽ എന്നെ വഴക്കൊന്നും പറയാൻ പാടില്ല, എനിക്ക് സമാധാനമായി തന്നെ അവിടെ ജീവിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും അതിന് സമ്മതം മൂളുകയാണ്. എന്നാൽ എന്റെ കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങ് നടക്കട്ടെ, കുഞ്ഞിന്റെ അച്ഛനായ കാർത്തിക് മടിയിലിരുന്ന് തന്നെ ചോറൂണ് നടക്കട്ടെ എന്നും മൈഥിലി പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ കുഞ്ഞിന് കാർത്തി ചോറ് കൊടുക്കുമ്പോൾ മീനാക്ഷിയും അടുത്തേക്ക് ഇരിക്കാൻ ഒരുങ്ങുന്നു. ഇത് കാണുന്ന മൈഥിലി കുഞ്ഞിന്റെ അമ്മ വേണം അവിടെ ഇരിക്കാനെന്ന് പറഞ്ഞ് അവിടെ കയറി ഇരിക്കുകയാണ്. അങ്ങനെ ചോറൂണ് ചടങ്ങ് കഴിയുന്നു. തുടർന്ന് വക്കീല് രാജലക്ഷ്മിയമ്മയോട് പറയുകയാണ്, നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിലെ ഉടവാള് എല്ലാവരുടെ മുമ്പില് പ്രദർശിപ്പിക്കണം. ഇത് കേൾക്കുന്ന രാജലക്ഷ്മിയമ്മ പരിഹാസത്തോടെ വക്കീലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.